ജനനവും മരണവും ഭക്തിയും വൈരാഗ്യവും എല്ലാം സമ്മേളിക്കുന്നൊരിടം. അതാണ് പശുപതിനാഥ ക്ഷേത്രം. പഞ്ചകേദാരിൽ ദർശനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ഇത് പൂർത്തീകരിക്കാതെ ഈ ദർശനം പൂർത്തിയാവില്ല. പശുപതിനാഥൻ അരികിലായിട്ട് ശക്തി കൂടി കുടികൊള്ളുന്നുണ്ട് ബാഗ്മതി നദിയുടെ തീരത്ത്. ശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടക്കുന്നത് ഈ കോവിലിനുള്ളിലാണ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് നാഗബാബയുടെ ആശ്രമം കാണാൻ സാധിക്കും. എല്ലാ പാവപ്പെട്ടവർക്കും 2 നേരം അന്നം നൽകുന്ന ആശ്രമമാണ് നാഗബാബയുടേത്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. കൈലാസ ദർശനവും കഴിഞ്ഞ് തിരികെ മടങ്ങാം. നമസ്കാരം. കൈലാസ തീർത്ഥത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനന്തപുരിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലൂടെയുള്ള നമ്മുടെ കൈലാസ യാത്ര ഇന്ന് ആത്മീയതയുടെ ഭൂമിയായിട്ടുള്ള ദേവഭൂമി എന്നറിയപ്പെടുന്ന നേപ്പാളിൽ എത്തിയിരിക്കുകയാണ്. നേപ്പാളിനെ സംബന്ധിച്ച് നമുക്കറിയാം, രുദ്രാക്ഷങ്ങളുടെ നാടാണ്. അതുപോലെ തന്നെ ഓരോ ശിവഭക്തനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന ഏറെ പുണ്യം നിറഞ്ഞ ഒരു ഭൂമി കൂടിയാണ്. ആ മണ്ണിൽ എത്തിയിരിക്കുമ്പോൾ ഈ കൈലാസ യാത്രയിൽ കൈലാസനാഥനിലേക്കുള്ള നമ്മുടെ ദൂരം ഒരുപാട് കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്. എന്തായാലും നേപ്പാളിൻ്റെ കാഴ്ചകളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. നേപ്പാളിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് തയ്യാറെടുത്ത ശേഷം ഭക്ഷണമെല്ലാം കഴിച്ചാണ് പശുപതിനാഥിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചത്. അപ്പോൾ ഒരുപാട് വിഭവങ്ങളുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ തന്നെ നമ്മളെ കാത്തിരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഇഡ്ഡലിയും ദോശയും അടക്കം നോർത്തിലെ ചോലയും ഭട്ടൂരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ചോല ഭട്ടൂരിയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്, കാരണം എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് നാട്ടിലെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള സങ്കടമൊക്കെ ഇപ്പൊ മാറുന്നുണ്ട്. കാരണം നമ്മുടെ ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്, സൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേപ്പാളിലെ രുചിയേക്കാൾ ഇന്ത്യയിലെ രുചി കുറച്ചും കൂടി ഉണ്ട് എന്ന് പറയാം. पशुपतिनाथ बोले तो हिंदू के सबसे बड़े मंदिर में इनका नाम आता है, और यहाँ पे ओनली फॉर हिंदू रिलीजन അപ്പോൾ നമ്മുടെ നേപ്പാളി ഗൈഡ് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകൾ, അവിടുത്തെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്ക് നമുക്കറിയാം ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്, ആത്മീയമായിട്ട് വലിയൊരു എനർജിയുള്ള ഇടങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് അറിഞ്ഞു തന്നെ അവിടെ പോകണം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ യാത്ര ഈ 3 ബസ്സുകളിലായിട്ടാണ്, 3 ടീമുകളായിട്ട് തിരിച്ച് 3 ബസ്സുകളിലാണ് നമ്മൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. പശുപതിനാഥനെ കാണാനും ജലനാരായണനെ കാണാനും ഒക്കെയുള്ള ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നമ്മളെ കാത്തിരിക്കുന്നത്. അതിൻ്റെ ആകാംക്ഷയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്നുള്ളത് കൂടിയാണ്. യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ചേട്ടാ, ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ഇന്ന് നമ്മൾ നേപ്പാളിലാണ്, നേപ്പാൾ കാഠ്മണ്ഡുവിലാണ്. അപ്പോൾ കാഠ്മണ്ഡുവിൽ നമ്മൾ ഇന്ന് ഒരുപാട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പശുപതിനാഥ ക്ഷേത്രമാണ്. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജൽനാരായൺ എന്ന് പറയുന്ന ക്ഷേത്രം, അതായത് കിടന്നുകൊണ്ടുള്ള പൂർണ്ണകായ വിഷ്ണുവിൻ്റെ പ്രതിമയുടെ ക്ഷേത്രത്തിലേക്ക് പോകും. പിന്നെ നമ്മൾ പോകുന്നത് ശക്തിപീഠത്തിലേക്കാണ്. ഗുഹേശ്വരി എന്ന് പറയുന്ന ശക്തിപീഠം, അത് സതീദേവിയുടെ ജഗനഭാഗം വീണിട്ടുള്ള പ്രദേശമാണ് അവിടെ.
മുൻഭാഗം വീണിരിക്കുന്നത് കാമാഖ്യയിലാണ്, പിൻഭാഗം വീണിരിക്കുന്നത് ഇവിടെയാണ്. അവിടേക്ക് പോകും. പിന്നെ നമ്മൾ പോകുന്നത് ദർബാർ സ്ക്വയറിലേക്ക് പോകും. അത് രാഷ്ട്രീയപരമായും ചരിത്രപരമായും സാമൂഹ്യപരമായും വിശ്വാസപരമായും നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. പിന്നെ നമ്മൾ ബോധേശ്വർ സ്തൂപ കാണാൻ വേണ്ടി പോകും. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ പോകുമ്പോൾ തന്നെ നമുക്ക് നേപ്പാളിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്യാം. നമുക്കറിയാം നേപ്പാളിന്റെ ഒരു തനിമയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായും നേപ്പാളിന്റെ വളരെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് നേപ്പാൾ. മാത്രമല്ല ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഒരു 2 രാജ്യങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും ഇന്ത്യയിലുള്ള ഹിന്ദു ധർമ്മത്തിന്റെ അതേ അർത്ഥത്തിലുള്ള പാലനങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. ശങ്കരാചാര്യ ഇന്ത്യയുടെ ഭാഗമായി തന്നെ കണക്കാക്കിയ ഒരു പ്രദേശമാണ് നേപ്പാൾ. അപ്പം ഇത്തവണ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത ഇല്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അവസാനം നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേപ്പാൾക്കാരിലെ ജൻസി കലാപം നടക്കുന്ന ദിവസങ്ങളിൽ വളരെ അരക്ഷിതാവസ്ഥയിലാണ്. ഈ നഗരം മുഴുവൻ കത്തിയെരിയായിരുന്നു. ആ കത്തിയെരിയിൽ നിന്നാണ് നമ്മൾ യാത്ര അവസാനിപ്പിച്ച് പോയത്. പക്ഷെ ഇത്തവണ നമുക്കിന്ന് വീണ്ടും നേപ്പാൾ അതിൻ്റെ ശാന്തത വീണ്ടെടുത്തായിട്ട് കാണാം. പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലങ്ങളിലൊക്കെ വീണ്ടും തിരക്കുകളായിട്ടുണ്ട്. നമുക്ക് ഇത്തവണ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന നേപ്പാൾ യാത്രയിൽ ഇന്ന് നമ്മൾ ആദ്യം സന്ദർശിക്കാൻ പോകുന്നത് ജഗദീശ്വരനായ പരമശിവൻ മൃഗങ്ങളുടെ നാഥനായി വാഴുന്ന പശുപതിനാഥ ക്ഷേത്രമാണ്. ലോകമെമ്പാടുമുള്ള ശിവഭക്തരുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള പശുപതിനാഥ ക്ഷേത്രം. ചരിത്രാതീത കാലം മുതൽക്കേ ആത്മീയ ഊർജത്തിന്റെ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. 5-ാം നൂറ്റാണ്ടിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സ്വർണ്ണ മേൽക്കൂരയോടും വെള്ളി വാതിലുകളോടും കൂടി നിർമ്മിച്ച ഈ മഹാക്ഷേത്രം വാസ്തുവിദ്യയുടെ വലിയ ഒരു വിസ്മയമാണ്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ ലിംഗപ്രതിഷ്ഠകളാണ്. മറ്റെങ്ങും കാണാത്ത വിധം 4 വശങ്ങളിലേക്കും നോക്കി നിൽക്കുന്ന ഭഗവാന്റെ 4 മുഖങ്ങൾ ഈ വിഗ്രഹത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. 4 ദിശകളെയും പ്രപഞ്ചത്തിന്റെ 4 തത്വങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ മുഖങ്ങൾ. ഇവ കൂടാതെ മുകളിലേക്ക് നോക്കുന്ന അദൃശ്യമായ 5ാമതൊരു മുഖം കൂടിയുണ്ട് പശുപതിനാഥന്. പ്രപഞ്ചത്തിന്റെ സർവനിയന്ത്രണവും ഈ 5 ഭാവങ്ങളിലായാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം. തന്ത്രവിദ്യ അനുസരിച്ച് പൂജകൾ നടക്കുന്ന ഈ 4 മുഖങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തർ വലിയ ഒരു ഭാഗ്യമായി തന്നെയാണ് കരുതുന്നത്. ഈ 4 മുഖങ്ങളും ഒരേ സമയം കാണാൻ സാധിക്കുക എന്നത് വലിയ ഒരു പ്രത്യേകതയുമാണ്. നമ്മളിന്ന് ഇപ്പോൾ നമ്മുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ദർശനത്തിലാണ്. പശുപതിനാഥ ക്ഷേത്രത്തിലാണ്. നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേപ്പാൾ ഒരു രാജ്യം വേറെയാണ്, ഭാരതവുമായി വ്യത്യസ്തമായ ഒരു രാജ്യമാണെങ്കിൽ പോലും ഈ ക്ഷേത്രം പല വിധത്തിലും ഭാരതവുമായിട്ടും ഭാരതത്തിൻ്റെ പുരാണങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു സാധാരണ നമ്മൾ 12 ജ്യോതിർലിംഗങ്ങൾ എന്ന് പറയുന്നത് 12 ജ്യോതിർലിംഗങ്ങളും ഭാരതത്തിൽ തന്നെയാണെങ്കിലും ഇത് അർദ്ധ ജ്യോതിർലിംഗം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അർദ്ധ ജ്യോതിർലിംഗങ്ങളിൽ പെടില്ലെങ്കിൽ പോലും 12 ജ്യോതിർലിംഗങ്ങളിൽ ദർശനം കഴിയുന്നവർക്ക് ആ ദർശനത്തിൻ്റെ പൂർണ്ണമായ പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ പശുപതിനാഥ ക്ഷേത്രത്തിൽ വന്ന് തൊഴണം എന്നാണ് അതിൻ്റെ ഐതിഹ്യം വരിക്കുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നമ്മുടെ മലയാളികൾക്ക് അഭിമാനകരമായ ആദിശങ്കരൻ്റെ ഒരു ഇടപെടൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും കർണാടകയിൽ നിന്നുള്ള ഭട്ടുകളെ കൊണ്ടുവന്ന് ഇവിടെ പൂജയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതും ശങ്കരാചാര്യരാണ്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, നമ്മൾ പഞ്ചകേദാറിൻ്റെ ഐതിഹ്യമുണ്ട്. മഹാഭാരത യുദ്ധത്തിന് ശേഷം ശിവനെ കണ്ട് പാപപരിഹാരത്തിന് വേണ്ടി ശിവനെ കാണാൻ വേണ്ടി വന്ന പാണ്ഡവരിൽ നിന്ന്
അവരോട് കുപിതനായിരുന്ന ശിവൻ രക്ഷപ്പെട്ട് നന്ദി രൂപത്തിൽ ഒളിച്ച് ഗുപ്തകാശിയിൽ താമസിച്ചൊരു കഥയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരെ കൊന്നു, സഹോദരന്മാരെ കൊന്നു, അപ്പോൾ നിങ്ങളെ കൂടെ നിങ്ങളുടെ പിതാമഹനെ കൊന്നു, അപ്പോൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള ശിവൻ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അപ്പം ശിവനെ കണ്ടാൽ പാപത്തിന് പരിഹാരം കിട്ടും എന്നുള്ള രീതിയിൽ വന്ന പാണ്ഡവർ ശിവൻ്റെ കാശിയിൽ വന്ന് നോക്കി. കാശിയിൽ അദ്ദേഹത്തെ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇവർക്ക് വിവരം കിട്ടിയ അദ്ദേഹം ഗുപ്ത കാശിയിലുണ്ട്. ആ പേര് തന്നെ അങ്ങനെയാണ് വരുന്നത്. ഗുപ്ത എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് താമസിച്ച കാശിയിലാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇവർ വരുന്ന കണ്ടപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് പോയി നന്ദി രൂപത്തിൽ ഓടി കേദാർനാഥിൻ്റെ അവിടേക്ക് ഓടിയെന്നും ഭീമൻ പിന്നാലെ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ പൂഞ്ഞയിൽ ചാടിപ്പിടിച്ച് അമർത്തിയെന്നും, അപ്പോൾ ഭീമൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ നന്ദി രൂപത്തിലുള്ള ഭഗവാൻ ഭൂമിക്കടിയിലേക്ക് പോയെന്നും, പിന്നെ അവിടുന്ന് പല രൂപങ്ങളിലായി പല ഭാഗങ്ങളായി ഭൂമിക്കടിയിലൂടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് പഞ്ചകേദാറിൻ്റെ ഐതിഹ്യം വരുന്നത്. അപ്പം അതിൽ മാമലേശ്വരും രുദ്രനാഥും തുംഗനാഥും കൽപ്പേശ്വരമൊക്കെ വരുന്നത് ഈ പറയുന്ന പഞ്ചകേദാറിലാണ്. അപ്പം അതേ കഥയുടെ ഒരു അനുബന്ധമാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യം. അതായത് ശിവൻ്റെ മുതുക് അവിടെ നിന്നപ്പോൾ തല പുറത്തു വന്നത് പശുപതിനാഥിലാണെന്നാണ് പറയുന്നത്. സാധാരണ നമ്മളിവിടെ പറയുന്നത് ശിരസ് ഇവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ഉടൽ കാശിയിലാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് പഞ്ചകേദാറിൽ അദ്ദേഹത്തിൻ്റെ പുറംഭാഗം മുകളിൽ നിന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ തല പുറത്തു വന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ജ്യോതിർലിംഗങ്ങളുടെ ഐതിഹ്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. കാശി എന്ന് പറയുന്ന ജ്യോതിർലിംഗമാണ്, കേദാർനാഥ് എന്ന് പറയുന്ന ജ്യോതിർലിംഗമാണ്. മറ്റ് പഞ്ചകേദാറിൻ്റെ ബാക്കി അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം വന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇവിടെ പശുപതി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്ന എല്ലാ ജീവികളുടെയും അധിപൻ എന്നുള്ളതാണ്. രണ്ട് സങ്കല്പമാണ് ഇവിടെ തൊഴുന്നുകൊണ്ടുള്ളത്. ഇവിടെ പശുവിൻ്റെ നിന്ന് ജന്മം കൊണ്ടവൻ, പശുവിൽ നിന്ന് ഉൽപ്പന്നമായവൻ എന്നുള്ള രീതിയിൽ പശുവിൻ്റെ യോനിയിൽ കൂടി ഒരു ജന്മം ഇവിടെ വന്ന് ശിവനെ തൊഴുന്നവർക്ക് വേണ്ടി വരില്ല എന്ന് പറയുന്നത്. അതായത് ഇനി നമ്മുടെ സംസാര ചക്രത്തിൽ നമുക്ക് ഇവിടുന്ന് മോചനം കിട്ടുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ശിവലിംഗത്തിന് 5 രൂപത്തിലാണ് ആരാധനയുള്ളത്. നമുക്ക് 4 കവാടങ്ങളുണ്ട്, മുകളിലേക്കുള്ളൊരു കവാടം കൂടി ഉണ്ട്. അപ്പോൾ ഈ 5 രൂപങ്ങളിൽ ഒന്ന് ഇത് ബാലരൂപത്തിലുള്ള ശിവനാണ്, രണ്ടാമതുള്ളത് അർദ്ധനാരീശ്വരനാണ്, മറ്റൊന്ന് ജ്ഞാനം നൽകുന്ന ജ്ഞാനേശ്വരൻ്റെ രൂപത്തിലാണ്, മറ്റൊന്ന് ശക്തി നൽകുന്ന ശക്തീശ്വരൻ്റെ രൂപത്തിലാണ്. ഏറ്റവും മുകളിലേക്കുള്ള മുഖം, 5ാമത്തെ മുഖം എന്ന് പറയുന്നത് നിരാകാര രൂപത്തിലാണ്. അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശിവശക്തിക്ക് ആകാരമില്ല. ആ നിരാകാര രൂപത്തിലാണ് ഇവിടെ പൂജ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഭാരതവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു സ്ഥലമാണ്. വളരെ ചിട്ടയോട് കൂടിയിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പശുപതിനാഥ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ദർശനമാണ്. പഞ്ചകേദാറിൽ ദർശനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ഇത് പൂർത്തീകരിക്കാതെ ഈ ദർശനം പൂർത്തിയാവില്ല. അവിടെ വന്നാലേ നമുക്ക് പഞ്ചകേദാറിൻ്റെയും ജ്യോതിർലിംഗ ദർശനങ്ങളുടെയും പൂർണ്ണമായ ഫലപ്രാപ്തി കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വളരെ പുരാതനമായ വളരെയേറെ പഴക്കമുള്ള വളരെ പ്രാചീനമായ ഒരുപാട് പൗരാണിക പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ കൈലാസ യാത്രയുടെ ആരംഭം വരുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ എത്തി നേപ്പാളിലെത്തി ആദ്യം ദർശിക്കുന്ന ക്ഷേത്രം പശുപതിനാഥ ക്ഷേത്രമാണ്. ഇവിടുന്ന് അനുവാദം മേടിച്ചുകൊണ്ടാണ്, പശുപതി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പ്രാണികളുടെയും അധിപനായിട്ടുള്ള ഭഗവാന്റെ അനുവാദം മേടിച്ചുകൊണ്ടാണ് നമ്മൾ കൈലാസത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. രുദ്രാക്ഷമാലകളാൽ നിറഞ്ഞതാണ് പശുപതിനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കടകളെല്ലാം. ഏറ്റവും നല്ല രുദ്രാക്ഷം ലഭിക്കുന്ന നാടാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ രുദ്രാക്ഷത്തിനും അത്രമേൽ വ്യക്തതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഒരു മുഖമുള്ള രുദ്രാക്ഷം മുതൽ പല മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ നമുക്ക് പശുപതിനാഥ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ രുദ്രാക്ഷം നമുക്ക് നമ്മുടെ കൈലാസ യാത്രയിൽ നമുക്ക് ചേർത്തു പിടിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ശിവന്റെ കണ്ണീരിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന രുദ്രാക്ഷം ധരിക്കുന്നതും പൂജിക്കുന്നതും ഭക്തർ പരമപവിത്രമായാണ് കരുതുന്നത്. പശുപതിനാഥ ക്ഷേത്രത്തിൽ വെച്ച് പ്രത്യേകമായി നടത്തുന്ന രുദ്രാക്ഷ പൂജ വളരെ പ്രസിദ്ധമാണ്. ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങളോടെ രുദ്രാക്ഷമാലകൾ അർച്ചന ചെയ്ത് ശുദ്ധി വരുത്തി വാങ്ങുന്നത് യാത്രയിലെ വലിയൊരു പുണ്യമായാണ് ഭക്തർ കരുതുന്നത്. വരാനിരിക്കുന്ന കഠിനമായ കൈലാസ യാത്ര സുഗമമാക്കാൻ ഈ രുദ്രാക്ഷ പൂജയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നെഞ്ചിലേറ്റിയാണ് ഓരോ തീർത്ഥാടകരും മുന്നോട്ട് പോകുന്നത്.
സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും അഭിഷേകത്തിന് വേണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് അഭിഷേകത്തിന് ശേഷം പ്രസാദമായിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു പതിവുണ്ട്. പക്ഷെ അത് പശുപതിനാഥ ക്ഷേത്രത്തിൽ അങ്ങനെ പറ്റില്ല. നമ്മൾ കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് എന്തോ അഭിഷേകത്തിന് കൊണ്ടുപോകാം, പക്ഷെ അതെല്ലാം തന്നെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്ക് നിക്ഷേപിക്കാനേ പറ്റൂ. അതിൽ നിന്നൊരു വിഹിതം എടുത്തുകൊണ്ട് നമുക്ക് പ്രസാദമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ പ്രസാദം എന്ന് പറയുന്നത് സാധാരണ പൂജയ്ക്ക് ശേഷം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രുദ്രാക്ഷമാണ്. അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ മണ്ണാണ് നേപ്പാൾ. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ രുദ്രാക്ഷം ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്ത് നേപ്പാളിലാണ്. അപ്പോൾ ഭഗവാന്റെ കണ്ണീർ കണങ്ങളാണ് രുദ്രാക്ഷമായി മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രുദ്രാക്ഷം തന്നെയാണ് ഇവിടെ പൂജിച്ച് കിട്ടുന്ന രുദ്രാക്ഷം തന്നെയാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. നമ്മളും ഇവിടെ വരുന്നവർ യാത്രക്കാർ ഇവിടുന്ന് രുദ്രാക്ഷമാലകൾ മേടിച്ച് ആ രുദ്രാക്ഷമാല കൊണ്ടുപോയി നമ്മൾ മാനസരോവറിലും കൈലാസത്തിന് മുമ്പുള്ള ജലങ്ങളിലൊക്കെ മുക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന ആൾക്കാർക്ക് പ്രസാദമായിട്ട് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന രുദ്രാഭിഷേക പൂജ. അപ്പോൾ രുദ്രാഭിഷേക പൂജയുടെ പ്രാധാന്യം ശിവന്റെ ആരാധന രീതികൾ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ രുദ്രാഭിഷേക പൂജയും ഇവിടെ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാർ വന്ന് രുദ്രാഭിഷേക പൂജ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് ദർശനത്തിന് വേണ്ടി പോവും. ആ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ പൂജയും ഇവിടുത്തെ പ്രസാദവും അതാണ് മറ്റൊരു പ്രത്യേകത പശുപതിനാഥ. मृत्युंजय महादेवत्राय मां शरणागत जन्म मृत्यु जरारोगं पीडितं कर्म बन्धनैः हरि ओम तत्सत् हरि ओम तत्सत् हरि ओम तत्सत् हरि ओम तत्सत्. നമുക്കറിയാം, കാശിയിലെ മണികർണികാഘട്ട് പോലെ ബാഗ്മതിയുടെ തീരത്തുള്ള പശുപതിനാഥനും നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങളാണ് എല്ലാ ദിവസവും ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത്. തൻ്റെ അന്ത്യകർമ്മങ്ങൾ ഈ മണ്ണിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് ബാഗ്മതിയെ സംബന്ധിച്ചും പശുപതിനാഥനെ സംബന്ധിച്ചും ഈ കർമ്മങ്ങൾ എന്നുള്ളത്. അവിടുത്തെ മണികർണിക ഘാട്ടിനെ പറ്റിയിട്ട്, ശ്മശാനത്തെ പറ്റി അല്ലെങ്കിൽ ഹരിശ്ചന്ദ്ര ഘാട്ടിനെ പറ്റിയിട്ട് അവിടുത്തെ ശ്മശാനത്തെ പറ്റി പറയാതെ ഇത് പൂർത്തിയാവില്ല. അതുപോലെ തന്നെയാണ് പശുപതിനാഥനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ശ്മശാനം. നമ്മൾ കാശിയിൽ എങ്ങനെയാണോ ശ്മശാന ഘാട്ടിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതേ അർത്ഥത്തിൽ പ്രാധാന്യമുള്ള ഒരു ശ്മശാന ഘാട്ട് പശുപതിനാഥിലുണ്ട്. അപ്പോൾ പശുപതിനാഥിലും നമ്മൾ മൃതശരീരം ദഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ജന്മം എടുക്കേണ്ടി വരില്ല എന്നുള്ളൊരു വിശ്വാസം, കാശിയിലുള്ള അതേ വിശ്വാസം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, തല ഇവിടെയാണ് പശുപതിനാഥിലാണെങ്കിൽ ശരീരം കാശിയിലാണ്, അത്രയും വിശാലമായിട്ടാണ് ഭഗവാന്റെ ആകാരം എന്ന് പറയുന്നതിൽ ഒരു പരിധി വരെ കാശിയുടെ അതേ ആചാരാനുഷ്ഠാനങ്ങളും അതിന് തുല്യമായി ഇപ്പം നേപ്പാൾ പ്രദേശത്ത് മറ്റൊരു രാജ്യമായി മാറിയെന്നുണ്ടെങ്കിലും ഇത് ഒരു ഭാരതഖണ്ഡത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാശി കൂടിയാണ് പശുപതിനാഥ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ശ്മശാനവും വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ചും അവിടെ നമ്മൾ സംസ്കാര കർമ്മങ്ങൾ നടത്തിയാൽ പിന്നീട് ജന്മം വേണ്ടി വരില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ വളരെ പ്രസിദ്ധമാണ്. മണികർണിക പോലെ തന്നെ ചിതയടങ്ങാത്ത മണ്ണാണ് പശുപതിനാഥൻ്റെയും. ഇവിടെ രാവും പകലുമില്ലാതെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകത എന്തെന്നാൽ ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അത്രത്തോളം അടുത്തു നിന്നാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ചുറ്റും ഈ കാണുന്നതെല്ലാം ജീവസമാധികളാണ്. ഒരുപാട് സന്യാസി വര്യന്മാരുടെ, ബാബാജികളുടെ എല്ലാം ജീവസമാധികളുള്ള ഇടം കൂടിയാണ് പശുപതിനാഥ്. ഇവിടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ഈ ജീവസമാധികളുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ഒരുപാട് ജീവസമാധികളുള്ള ഒരു മണ്ണാണ്. അതിൻ്റെ തന്നെ എനർജി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. കാരണം അത്രത്തോളം ചിതകൾ ഇവിടെ കത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെതായ ഒരു മണമോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഈ മണ്ണിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഒരു എനർജി ഈ മണ്ണിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
പശുപതിനാഥൻ അരികിലായിട്ട് ശക്തി കൂടി കുടികൊള്ളുന്നുണ്ട് ബാഗ്മതി നദിയുടെ തീരത്ത്. ശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടക്കുന്നത് ഈ കോവിലിനുള്ളിലാണ്. ഇവിടെ ഒരുപാട് ജീവസമാധികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്വാമിയുടെ ആശ്രമമാണ്. ഈ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ചാരം കിടക്കുന്നത് കാണാം. അതിന് ധുനി എന്നാണ് പറയുക. ഈ ധുനിയിലാണത്രേ ഈ സ്വാമിമാർ അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. അതായത് ചായ ആയാലും ഭക്ഷണമായാലും എല്ലാം പാകം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഹോമങ്ങൾ നടത്തുന്നതും മറ്റ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതും എല്ലാം ഈ ധുനിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്വാമിജി വസിക്കുന്ന ഒരു ആശ്രമമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് ചുറ്റുമുള്ളത് ജീവസമാധികളാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ പുറകുവശത്ത് നമുക്ക് നോക്കുമ്പോൾ ശ്മശാന ഭൂമിക നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു പുക ഇവിടെ എല്ലാം മൂടിക്കെട്ടി നിൽക്കുന്നതും നമുക്കിവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിന് കൂടി സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് പിന്നിൽ നിങ്ങൾ കാണുന്നത് ജഗദ്ഗുരു ശ്രീ 1008 ശ്രീ ശങ്കരാചാര്യ മന്ദിർ എന്ന് പറയുന്ന മന്ദിരമാണ്. ശങ്കരാചാര്യരുടെ പ്രതിമകളാണ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ഏറെ ബഹുമാനത്തോടെ ഏറെ ആത്മീയതയോടുകൂടി ഇവിടെയുള്ളവരെല്ലാവരും ആരാധിക്കുന്ന വ്യക്തിത്വമാണ് ശങ്കരാചാര്യർ. അപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത്. പശുപതിനാഥിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള ആശ്രമങ്ങളും അഘോരികളുടെ ധ്യാന കേന്ദ്രങ്ങളും ജീവസമാധികളുമാണ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് നാഗബാബയുടെ ആശ്രമം കാണാൻ സാധിക്കും. എല്ലാ പാവപ്പെട്ടവർക്കും 2 നേരം അന്നം നൽകുന്ന ആശ്രമമാണ് നാഗബാബയുടേത്. ഇതാണ് തീർത്ഥയാത്രയുടെ ആദ്യത്തെ ബാച്ചാണ് അല്ലേ മനസ്സിലായി? ആദ്യത്തെ ബാച്ചാണ്, ഈ വർഷത്തെ ആദ്യത്തെ ബാച്ചാണ്. നമ്മൾ പശുപതിനാഥിൽ എല്ലാവർക്കും ഗംഭീരമായ ദർശനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. പശുപതിനാഥിന്റെ അനുഗ്രഹത്തോടുകൂടി പോകുന്നു. ഈ അനുഗ്രഹം യാത്ര തീരുന്നവരെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല ദർശനം കിട്ടുന്നു പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. നമഃ പാർവതേ പദേ ഹര ഹര മഹാദേവ്. 15 ദിവസം നീളുന്ന യാത്രയാണ്. 97 പേരാണ് നമുക്കൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുന്നത്. ഒരുപാട് അമ്മമാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അപ്പോ എല്ലാവരും തയ്യാറല്ലേ പോവാൻ? തീർച്ചയായിട്ടും നല്ലൊരു ദർശനം പ്രതീക്ഷിച്ചുകൊണ്ട് കൈലാസനാഥനെ കാണാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ജനം TV പ്രേക്ഷകരെയും നമ്മൾ ഒപ്പം കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. കൈലാസ ദർശനവും കഴിഞ്ഞ് തിരികെ മടങ്ങാം. ജനനവും മരണവും ഭക്തിയും വൈരാഗ്യവും എല്ലാം സമ്മേളിക്കുന്നൊരിടം. അതാണ് പശുപതിനാഥ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിൻ്റെ ഭാരങ്ങളെല്ലാം പശുപതിനാഥന് മുന്നിൽ ഇറക്കി വെച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്, കാലഭൈരവൻ്റെ അനുഗ്രഹത്തോടെ. അടുത്ത ലക്ഷ്യം ഗുഹേശ്വരി ശക്തിപീഠമാണ്. ഏറ്റവും ആദ്യത്തെ ശക്തിപീഠമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹേശ്വരി ശക്തിപീഠത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.